ഓക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വളരെ ഞാൻ ആദ്യമായിട്ട് തന്നെ ആ, പിന്നെ ഈ ഒരു എന്താ പറയാ ഈ ഒരു മിഷൻ ഇന്റർനാഷണൽ എന്ന ഒരു ആ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഒരു അവസരം തന്നതിന് നിങ്ങളോട് എല്ലാവരോടും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഇന്നത്തെ ദിവസം മോർണിംഗ് മീറ്റ് വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബായിരുന്നു. കാരണം സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു പ്രേ ഗീതം, അതുപോലെ നല്ലൊരു പ്രേ സോങ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ മനസ്സിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് അവിടെ നമുക്ക് സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താ പറയാ നമ്മുടെ മീറ്റിംഗ് നമുക്കൊന്ന് കളർഫുൾ ആക്കി എടുക്കണം. സോ നമുക്കറിയാം ഏതൊരു പ്രോഗ്രാമിന്റെയും അതിന്റെ വിജയം എന്ന് പറഞ്ഞാൽ അതിലെ പങ്കാളിത്തമാണ്, പാർട്ടിസിപ്പേഷൻ ആണ്. ഇന്ന് നമ്മുടെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഏകദേശം 41ഓളം ആളുകൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ കേട്ടിരിക്കുന്ന ആളുകളായിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മള് വീഡിയോ സാറ് പറഞ്ഞു വീഡിയോ ഓൺ ആയിട്ടും അല്ലാതെയും ആളുകളുണ്ട്. മാക്സിമം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ആളുകൾ നിങ്ങളുടെ എന്ത് ചെയ്യുക, വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് തന്നെ വരിക. കാരണം നമ്മൾ ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഉള്ളത്. സോ അപ്പോ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും വളരെ നല്ല ദിവസങ്ങളാക്കി മാറ്റിയെടുക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയും നല്ല പ്രവർത്തനങ്ങളാണ് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ മോർണിംഗിൽ ഒരു നല്ല ഒരു പ്രഭാതം നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടേതായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസിലൂടെ നമുക്കതിനെ ഏറ്റവും ബെസ്റ്റ് ആക്കി നമുക്ക് മാറ്റിയെടുക്കണം. അപ്പൊ ഞാൻ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസിലേക്ക് കിടക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സിൽ, ഓക്കെ താങ്ക് യു സർ, ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു നല്ലൊരു വിഷിങ് നിങ്ങൾ എല്ലാവരും, നിങ്ങൾക്ക് കഴിയുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ചാറ്റ് ചെയ്ത് ഒന്ന് ഇടപെടുക. ഒന്നുമല്ല, നമ്മൾ ഇത്രയും ആളുകൾക്ക് വേണ്ടി നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ഒന്ന് എല്ലാവരും ഒന്ന് വിഷ് ചെയ്യാണ്. ഗുഡ് മോർണിംഗ് എന്ന രീതിയിൽ നമ്മൾ മോർണിംഗിൽ ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ്. അത് നമുക്ക് എന്താണ്, ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഇടപെടല് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വികേഷ് സാർ, താങ്ക് യു സാർ, ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പൊ എല്ലാവരും ഓരോ ആളുകൾ, പ്രജില മാഡം ഗുഡ് മോർണിംഗ്, താങ്ക് യു മാഡം. അപ്പൊ ഓരോരുത്തരായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. നല്ല നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള ഷറഫുൻ നിസ മാഡം ഗുഡ് മോർണിംഗ് മാഡം. അബ്ദുൽ കരീം സാർ ഗുഡ് മോർണിംഗ്. ഓക്കെ, ഒരുപാട് ആളുകൾ, മിനി മാഡം, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ചാറ്റിംഗിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാറ്റ് ബോക്സ് നല്ല കളർഫുൾ ആയിട്ട് നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലേക്ക് കടക്കുകയാണ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വലിയ ഇതായിട്ടൊന്നും ഇല്ല, എന്നാൽ ചെറിയ രീതിയിൽ നമ്മൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ ഇതിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങളോട് ആദ്യമായിട്ട് ഞാൻ പറയാണ്, എൻ്റെ എക്സ്പീരിയൻസിന് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു കോട്ട് ഉണ്ട്. ആ ഒരു കോട്ട് കൂടി ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുകയാണ്. നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ഞാൻ എപ്പോഴും പറയാവുന്ന ഒരു കാര്യമാണ്, നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്നാണ്. ആവശ്യകതയാണ് സൃഷ്ടിയുടെ മാതാവ്. ഞാനിത് പറയാൻ കാരണം ഇത് ട്രെയിനിങ് ഒന്നല്ല. സോ എന്നാലും ഇത് നമുക്ക് എൻ്റെ ലൈഫുമായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് എനിക്ക് അങ്ങേയറ്റം അത്രത്തോളം ബന്ധമുള്ള ഒരു 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 കോട്ടാണിത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് എന്തും സൃഷ്ടിക്കപ്പെടുകയുള്ളൂ എന്ന ഒരു മെസ്സേജാണ് നമുക്കിതിലൂടെ കിട്ടുന്നത്. സോ ഞാൻ ഏകദേശം എൻ്റെ ഒരു ഡിഗ്രി പഠനത്തിന് ശേഷമാണ് ഞാനൊരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്യാണ്. അങ്ങനെ ഏകദേശം ഒരു 7 വർഷത്തോളം ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ ഫീൽഡ് വർക്കും അതുപോലെ തന്നെ ഒഫീഷ്യൽ അഡ്മിനിസ്ട്രേഷനും ദെൻ മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ഒരു 7 വർഷത്തോളം എനിക്ക് ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് എനിക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOCL പെട്രോൾ പമ്പ് മാനേജറായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നത്. അതിന്റെ ഭാഗമായിട്ട് പിന്നെ ആ ജോലിയിൽ പ്രവേശിച്ചു. സോ അങ്ങനെ ഏകദേശം ഒരു 3.5 വർഷത്തോളം ഞാൻ ഇതവിടെ മാഹിയിലാണ് വരുന്നത്. ഇവിടെ പെട്രോൾ മാനേജറായിട്ട് IOCL മാഹിയിൽ അവിടുത്തെ മാനേജറായിട്ട് വർക്ക് ചെയ്തു. ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരിക്കും എനിക്ക് കുറച്ച് മുമ്പാണ് എനിക്ക് ഈ അവസരം കിട്ടുന്നത്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു കൊറോണ ടൈമിന് മുമ്പാണ് ശരിക്കും ആദ്യമായിട്ട് എനിക്ക് ബിസിനസ് പ്ലാൻ കിട്ടുന്നതാണ്. ഞാൻ അതിലേക്ക് ഇറങ്ങി എന്നല്ല, ബിസിനസ് പ്ലാൻ കിട്ടുന്നത്. അപ്പോ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ബിസിനസിന്റെ ഒരു അവസരം എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുജയ് സാർ, കമ്പനിയുടെ ഇന്നത്തെ നാഷണൽ ടീം കോർഡിനേറ്റർ
ആയിട്ടുള്ള വടകര സ്വദേശിയുള്ള സുജേഷ് സാറാണ് എനിക്ക് ഈ അവസരം ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ഒരു മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ അവസരം കേട്ടു. ബട്ട് കേട്ട സമയത്ത് എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് കുറച്ച് പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ളതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രം വാങ്ങി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ മാത്രം വാങ്ങി. ആ സമയത്ത് അതിന്റെ പിന്നാലെ പോവാനോ മീറ്റിങ്ങോ ട്രെയിനിങ്ങുകൾക്കോ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇത് ഞാൻ എന്റെ സത്യസന്ധമായ അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഒരുപക്ഷെ പല ആളുകൾക്കും ഇതിലൂടെ ഇങ്ങനെ പോകുന്ന ആളുകളുണ്ടെ തന്നെ ഇപ്പൊ നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ, അതിലുണ്ടായിരിക്കുന്ന ചില തെറ്റുകൾ മറ്റുള്ള ആളുകൾക്ക് ആവർത്തിക്കാതിരിക്കാനും ഇതൊരു പാഠമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു എന്താ പറയാ പിന്നെ പ്രൊഡക്റ്റ് ഒക്കെ എടുത്തു. പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്ത സമയത്ത് അത് കുഴപ്പമില്ല എന്ന് തോന്നിയ സമയത്ത് അത് ഉപയോഗിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശരിക്കും എനിക്ക് ആ സമയത്ത് ബിസിനസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സാധ്യത എന്താണെന്നോ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഐഡിയ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്നെ പലപ്പോഴായിട്ടും ബിസിനസ് മീറ്റിങ്ങിലൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും സ്കിപ്പ് ചെയ്ത് പോയ ഒരാളായിരുന്നു. ഒരിക്കലും എനിക്ക് എന്തില്ല. കാരണം നമുക്ക് നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി, ഭൂരിഭാഗം ആളുകളും ജോലി മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ എന്തെങ്കിലും ജോലി നമുക്ക് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എപ്പോഴും ജോലി എന്നുള്ള രീതി രാവിലെ നമ്മൾ മോർണിംഗിൽ നമ്മുടെ ഓഫീസിലേക്ക് പോകും, അവിടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ വൈകിട്ടോ ചിലപ്പോൾ രാത്രിയോ അങ്ങനെയൊക്കെ ടൈമിംഗ് ഒന്നുമില്ല, അങ്ങനെ തിരിച്ചു വരും. അപ്പൊ അങ്ങനെ വന്ന് 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 ജോലി ഇങ്ങനെ ചെയ്തു. ഒരുപാട് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇടയിൽ മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഏകദേശം നമുക്കറിയാം നമ്മുടെ കൊറോണ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പോ ഈ കൊറോണ വന്ന സമയത്ത് ഏകദേശം 2020 കൊറോണ വരുന്നത്. അപ്പൊ ഈ കൊറോണ വന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ടോട്ടലി നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിലെ ഇൻക്ലൂഡിങ് മീ, എനിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും നമ്മുടെ ജോലിയിൽ ഒരു ട്രബിൾ സിറ്റുവേഷൻ ഫീൽ ചെയ്തു. കാരണം ആ സമയത്ത് ഭയങ്കരമായിട്ട് ബിസിനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻ വന്നു. ഒരുപാട് ആളുകൾക്ക് എന്താ പറയാ പ്രോപ്പറായിട്ട്, കാരണം ഡെയിലി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ദിവസം അവിടെ ഒഫീഷ്യലി ഒരു ദിവസം ഒരു 10 lakhs എബോവിന്റെ ബിസിനസ് നടക്കുന്നിടത്തിൽ ഒരു ദിവസം 1.5 ലക്ഷം രൂപയുടെയൊക്കെ ബിസിനസ് നടക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആകെ ഒരു തകിടം പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ആ സമയത്തായിരുന്നു അവിടുത്തെ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ അവിടെ തീരുമാനം എടുക്കുകയാണ്. അതായത് നമ്മൾ അവിടെയുള്ള സ്റ്റാഫ് 25ഓളം സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ 25ഓളം സ്റ്റാഫിന്റെ ആവശ്യം അവിടെ ഇല്ല, അതിൽ നിന്ന് കുറച്ച് പേരെ ഒഴിവാക്കാം. അങ്ങനെ ഏകദേശം ഒരു 10 പേരോളം ആ സമയത്ത് ആ തുടക്കത്തിൽ ഒഴിവാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 5 പേര്. എന്നിട്ട് അവരോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഇവിടെ റീജോയിൻ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവരെ വിടുന്നത്. അപ്പോ ഞാനും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മേഖല, നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം, നമ്മൾ ചെയ്യുന്ന മേഖല എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ള കാര്യം. കാരണം നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു മറ്റൊരാളുടെ കീഴിലാണോ എങ്ങനെയോ നമ്മൾ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടറിൽ നമ്മൾ ജോലി ചെയ്യാണ്. ജോലി ചെയ്യുന്ന സമയത്ത് അതൊക്കെ എന്ന് പറഞ്ഞാല് വളരെ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ ചെറിയൊരു കാര്യം മാത്രമേ മാറ്റൂ നമുക്ക് അതിൽ നിന്ന് ഒഴിവായി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിക്കലും അതൊരു സുരക്ഷിതമല്ല എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ അപ്പോഴാണ് ഒന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്, എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് ബെസ്റ്റ് ആണ്. കാരണം നമ്മുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എന്തെങ്കിലും വേണം എന്ന ചിന്ത എന്റെ മൈൻഡിലേക്ക് ആദ്യം വരികയാണ്. അപ്പൊ ആ ഒരു ടൈമിലാണ് എൻ്റെ ഒരു മാരേജ് ഫിക്സ് ആകുന്നത്. എൻ്റെ കല്യാണം 2020 നവംബർ മാസം 19 അപ്പൊ നിങ്ങൾക്ക് അറിയാം, കൊറോണയുടെ ഒരു പീക്ക് ടൈമാണ്, വളരെ പീക്ക് ടൈമാണ്. ഏകദേശം ഒരു 20 പേരെയും 50 പേരെയൊക്കെ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പ്രോഗ്രാം പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു കല്യാണമായി ബന്ധപ്പെട്ട് ഞാൻ അതിന്റെ 2-3 മാസം മുമ്പേ ലീവ് ചോദിച്ചു. ലീവ് ചോദിക്കാനുള്ള കാരണം ഒന്നെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ലീവിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ എന്നാലും നമുക്ക് ചോദിക്കാനുള്ള കാരണം വെച്ചാൽ അവിടെ ആ സിറ്റുവേഷൻ, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപന സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരുപക്ഷെ നമ്മൾ ലീവ് എടുത്ത് മാറിയിരിക്കുന്ന സമയത്ത് അത്രയും പേർക്ക് അവർക്ക് അവിടുത്തെ ആൾക്ക് സാലറി കൊടുക്കേണ്ടല്ലോ എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ നമ്മൾ ലീവ് എടുത്തു. അങ്ങനെ ലീവ് എടുത്തിട്ട് നമ്മുടെ കുറച്ച് എന്താ പറയാ മാരേജ് ഒക്കെ ആണല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം നിന്നു. അപ്പോൾ ആ സമയത്ത് ഒരു കാര്യം കൂടി സംഭവിച്ചു. ഞാൻ എൻ്റെ പല എക്സ്പീരിയൻസിലും പറഞ്ഞ കാര്യമാണ്, ചിലപ്പോൾ ഒരുപാട് പേര് കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. എൻ്റെ അമ്മയ്ക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്.
അപ്പൊ അതാ പറഞ്ഞത്, എല്ലാം ഒരു 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 കോയിൻസിഡൻസ് ആണ്. പല കാര്യങ്ങളും എന്താണ് ഒരു ഒരു കണക്റ്റഡ് ആയിട്ട് സംഭവിക്കുകയാണ്. ഒരു പക്ഷെ നമ്മളെ ദൈവം എന്ത് ചെയ്യുക, അതിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ അങ്ങനെ ഇത് നമുക്ക് ഡെങ്കിപ്പനി വന്ന സമയത്ത് ഏകദേശം പിന്നെ എൻ്റെ ഒരു മാരേജിന്റെ ഒരു 1.5 മാസം മുമ്പാണ് അമ്മയ്ക്ക് ഇങ്ങനെ സുഖമില്ലാതാവുന്നത്. അപ്പോ അത് സുഖമില്ലാതായ സമയത്ത് ഒന്നുമില്ല, തുടക്കത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഡോക്ടേഴ്സിനെ കാണിച്ചു. ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ സാധാരണ പനി പോലെ കണ്ടു, തിരിച്ചു വന്നു. അങ്ങനെ പിന്നെ ഡെങ്കി എന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: നിങ്ങൾ നന്നായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക, പഴങ്ങൾ നന്നായിട്ട് കഴിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അങ്ങനെ അത് ചെയ്തു. പക്ഷെ ഇത് ചെയ്തിട്ടും വീണ്ടും വീണ്ടും ഓരോ പ്രാവശ്യമായിട്ട് എന്ത് ചെയ്യാണ്, ഭയങ്കരമായിട്ട് ഇത് കൂടി വരികയാണ്. അതായത് പിന്നെ കൗണ്ട് കുറയാണ്, ഭയങ്കര ക്ഷീണവും പ്രയാസവും, പിന്നെ ബോഡിയൊക്കെ മൊത്തത്തിൽ എന്തായിട്ടുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ മൊത്തം ഒരു ഒന്ന് മാറി, ശരീരಕ್ಕೆ നീരൊക്കെ വെച്ച പോലെ ഭയങ്കര ഒരു സിറ്റുവേഷനിലേക്ക് മാറി. അങ്ങനെ ഓരോ എന്താ പറയാ 2-3 ദിവസം കൂടുമ്പോൾ ഡോക്ടറെ പോയി കാണുന്ന സമയത്ത് ഡോക്ടർ പറയും, നിങ്ങൾ ഇങ്ങനെ, അവർ പറഞ്ഞ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ: നന്നായിട്ട് വെള്ളം കുടിക്കാനും പഴങ്ങൾ കഴിക്കാനും പറയും. ഇത് ചെയ്തു. പക്ഷെ എന്താ പറയാ, ഓരോ ദിവസവും ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൗണ്ട്, പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട്, ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് ഏകദേശം 65,000 താഴെ പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് മിനിമം 2,000 വേണം, പക്ഷെ അതിന്റെയൊക്കെ താഴെയായിരുന്നു. അങ്ങനെ ഒട്ടും വയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പോ നമുക്കറിയാലോ, സാധാരണ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷനും കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നിൽ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഇത്രയും എന്താ പറയാ, ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ നമ്മുടെ ഒരു എന്താ പറയാ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാനത് ആ സമയത്ത് എന്നോട് നമ്മുടെ ലീഡർ പറയുന്നത്. അപ്പോ ഏതാ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ 95 പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക് എന്നൊരു ഡ്രിങ്ക് ഉണ്ട് നമുക്ക്. ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഞാൻ ധനീഷ് മാധവൻ സാറിനെ വിളിക്കുന്നത്. കാരണം എന്റെ ലീഡർ സുജേഷ് സാറിനെ ഞാൻ ആ സമയത്ത് വിളിച്ചില്ല. കാരണം മൂപ്പറെ പലപ്പോഴായിട്ടും എന്നെ ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും ഒക്കെ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്തുകൊണ്ട് ആ സമയത്ത് എന്ത് ചെയ്യില്ല, മൂപ്പറെ വിളിച്ചിട്ട് ധനീഷ് സാർ നല്ല കോൺടാക്ട് ആണ്. മൂപ്പറെ വിളിച്ച സമയത്ത് എന്നോട് ഇനി ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അടിപൊളി സാധനം, ഇനി കൊടുത്തു തന്നു. അപ്പൊ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ സുജയ് സാറിനെ കോൺടാക്ട് ചെയ്തു. നമുക്കിത് കയ്യിൽ കിട്ടണമല്ലോ, കാരണം നമ്മളിപ്പം ഡയറക്റ്റ് ആരുമായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ലാത്തൊരു സമയമായിരുന്നു. അപ്പൊ നേരെ സുജയ് സാറിനെ വിളിച്ച സമയത്ത് സുജയ് സാർ എന്ത് ചെയ്തു, ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ആ കറക്റ്റ് അടി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക്, ഇത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഒരു പക്ഷെ എന്റെ എക്സ്പീരിയൻസ് കേട്ട ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇതിലുണ്ടാവും. കാരണം പലപ്പോഴായിട്ട് ഞാൻ പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്, എക്സ്പീരിയൻസ് ആണ്. ഇത് വേറെ കാര്യമില്ല. എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് ഒരു കാര്യം മാത്രമേ എപ്പോഴും പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇത് പിന്നെ അമ്മയ്ക്ക് ഒട്ടും വയ്യാതൊരു അവസ്ഥയിലായിരുന്നു. എന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ വീട്ടില് പല പല ജോലികളും കാര്യങ്ങളൊക്കെ നടന്നു നടക്കുക. കല്യാണവുമായി ബന്ധപ്പെട്ട പല ജോലിയും നടക്കുന്നുണ്ട്. അപ്പൊ സമയത്ത് അമ്മ കിടപ്പിലാണ്. അപ്പൊ അമ്മയ്ക്ക് അവിടുന്ന് എണീക്കാനും പോലും പറ്റാതെ, നടക്കാനും കൂടി ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയില് ഞാന് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് രാത്രി ഒരു 7 മണിക്കാണ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പൊ ഞാൻ വേഗം വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് ഒരു സിപ്പ് പൊട്ടിച്ചിട്ട് അപ്പൊ രാത്രി തന്നെ അമ്മയ്ക്ക് കൊടുത്തു. അത് കൊടുത്തു. അവിടെ അവിടെ കിടന്നു. പിറ്റേന്ന് രാവിലെ, എല്ലാ ദിവസവും രാവിലെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാല്, അമ്മ അവിടെ കിടക്കും. അമ്മ അവിടെ കിടന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ കട്ടിൽ അവിടെ കിടക്കും. ഞാൻ ആ സമയത്ത് അമ്മയുടെ തൊട്ട് താഴെ നിലത്ത് പാവിരിച്ചാണ് കിടന്നുകൊണ്ടിരുന്നത്. കാരണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാനും കാര്യത്തിലും വേണ്ടി എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ കിടക്കും. അപ്പോ എല്ലാ ദിവസവും രാവിലെ ഞാൻ തന്നെ എണീക്കാറ്. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീറ്റിട്ട് വേണ്ടത് അമ്മയ്ക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും. പക്ഷേ അടുത്ത ദിവസം സംഭവിച്ച കാര്യം വളരെ ഡിഫറെന്റ് ആയിരുന്നു. കാരണം രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഒരു 6 മണിക്ക് ഞാൻ എണീക്കുന്നതിന് മുമ്പേ അമ്മ എണീറ്റ് കട്ടിലിരിക്കുകയാണ്. ഇരുന്നിട്ട് എന്നോട് പറയാണ്, മോനെ എനിക്ക് ഇനി ഇന്നലെ തന്ന ഒരു സാധനം എനിക്കൊന്ന് തരുമെന്ന് വെച്ചു. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അമ്മയ്ക്ക് അതിന്റെ പേരൊന്നും അറിയില്ല. അപ്പൊ ഇന്നലെ തന്ന ഒരു സാധനം എനിക്ക് തരുമെന്ന് വെച്ചു. അപ്പൊ അത് പറയാനുള്ള ഒരു ഇത് കിട്ടിയെന്ന് വെച്ചാൽ, ഇന്നലെ കഴിച്ച അതിന്റെ ഒരു പവർ തന്നെ. കാരണം എണീറ്റ് ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെന്ന് അവിടെ എണീറ്റ് ഇരുന്നു. എന്നിട്ട് അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല. രാവിലെ തന്നെ എത്തുന്നത് നമ്മുടെ 95 വെറും വയറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എടുത്ത് പൊട്ടിച്ച് വീണ്ടും ഒരു സിപ്പ് കൊടുത്തു. അപ്പൊ ഇങ്ങനെ കൊടുത്ത സമയത്ത് അടുത്ത ഒരു എന്താ പറയാ, ഒരു 2 ദിവസം കഴിഞ്ഞു. അപ്പൊ കുറച്ച് നമുക്ക് ക്ഷീണമൊക്കെ കുറച്ചുകൂടെ മാറി കിട്ടി. അപ്പൊ കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ അത്യാവശ്യം ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ, ചെറുങ്ങനെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ഒരു 2 ഡേയ്സ് കഴിച്ച സമയത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി. ടെസ്റ്റ് ചെയ്ത് പോയപ്പോൾ പ്ലേറ്റ്സിന്റെ കൗണ്ട് 65,000 95,000 എത്തിയിരിക്കുകയാണ്. അപ്പൊ 95,000 ഈ കൗണ്ട്, പിന്നെ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്,
പിന്നെ വെറും 2-3 ദിവസം ഈ സാധനം കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാല് എന്റെ ലൈഫിൽ ഒരു മാജിക്കൽ ഇൻസിഡന്റ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പിന്നീട് നടന്നത്. ഏകദേശം 4-4.5 ലക്ഷത്തിന് മുകളിലേക്ക് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് ഡെവലപ്പായി. വൈറ്റ് ബ്ലഡ് സെൽസ് ഏകദേശം 3000-ന് മുകളിലേക്ക് 3000-4000-നടുത്ത് വൈറ്റ് ബ്ലഡ് സെൽസും എന്തായി, അതും കൂടി. അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടി. ഈ കൗണ്ട് അങ്ങ് കൂടിയ സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്ത്, നമ്മുടെ ഈ പനിയൊക്കെ കുറഞ്ഞ് ശരീരത്തിൽ ഉണ്ടായിരുന്ന ചെറിയൊരു നീരും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ അതിന്റെ ഭാഗമായിട്ട് എന്താ, ഓൾ ഓവർ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അതിനോടൊപ്പം എന്ത് ചെയ്ത് മാറിക്കിട്ടി. ഭയങ്കരമായിട്ട് വിത്തിൻ 1 വീക്സിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ ഭയങ്കരമായ ടോട്ടൽ ചേഞ്ച് വന്നു. ടോട്ടൽ ചേഞ്ച് ഫുൾ എനർജി ആയി. എന്നിട്ട് പനിയൊക്കെ മാറി സാധാരണ ലെവലിലേക്ക് അമ്മ മാറി. അപ്പൊ പിന്നെ എനിക്ക് കല്യാണത്തിന് ഒരു മാസം കൂടി ഇല്ല. അപ്പൊ അത്രയും ആ ഒരു ടൈമിൽ വളരെ മാജിക്കൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പിന്നെ നല്ല ഭംഗിയായിട്ട് കല്യാണം കാര്യങ്ങളൊക്കെ കൊറോണ സമയമാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു. സോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വെച്ചാല്, ഇവിടെ ഈ നടന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫ് തിരിച്ചു തന്ന ഒരു പ്രൊഡക്റ്റ് ആണ് 95 എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ഒരു 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 എന്താ പറയാ, ഒരു മാജിക്കൽ റിസൾട്ട് അത് കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഞാനല്ല, പിന്നെ ഈ നമ്മുടെ കമ്പനി എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് റെക്കമെൻഡ് ടു അതേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഉപയോഗിക്കുക, എന്നിട്ട് നല്ലതാണെങ്കിൽ മറ്റുള്ളവരെ റെക്കമെൻഡ് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ആ നല്ലതാണെന്ന് ഞാനല്ല പറഞ്ഞത്, അമ്മ തന്നെയാണ് പറഞ്ഞത്. ആ ഒരു ടൈമിൽ അമ്മയുടെ കെയർ ഓഫിൽ തന്നെ ഒരുപാട്, ഏകദേശം ഒരു മാസത്തോളം 25ഓളം 95 ഞാൻ റീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പല ആളുകളും അത് അമ്മയുടെ ആ റിസൾട്ട് കണ്ടിട്ട് തന്നെ പിന്നെ ഈ കൗണ്ട് കൂടിയും കുറഞ്ഞ ആളുകൾ മാത്രമല്ല, അല്ലാത്തതായിട്ടുള്ള തന്നെ അവര് പിന്നെ കുറച്ച് പ്രായമൊക്കെയുള്ള ആളുകൾ, ഒരു ക്ഷീണമൊക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഒന്ന് നന്നാവാൻ ഒരു എന്താ പറയാ, ഒരു ശരീരം നല്ല എനർജിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ പല ആളുകൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇത് എന്താണ്, ഇത് ബെസ്റ്റ് ആണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായതിന്റെ ഭാഗമായിട്ട് മെല്ലെ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ തയ്യാറായി. അപ്പൊ പഠിക്കാൻ തയ്യാറായ സമയത്താണ് പിന്നെ മനസ്സിലാക്കുന്ന കാര്യം, ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒരു ചെറിയൊരു ഇൻഡസ്ട്രി അല്ല. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഇതിന്റെ ഒരു കംഫേർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്ന സാധാരണ ഒരു ജോലി പോലെ, മറ്റുള്ള ഒരാളുടെ കീഴിൽ ചെയ്യുന്ന ഒരു ജോലി പോലെ അല്ല ഇത് നമ്മൾ എത്രത്തോളം നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള എഫേർട്ട് നമ്മൾ ഇതിന് കൊടുക്കുന്നു, അത്രയും വലിയ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, പവർഫുൾ ആയിട്ടുള്ള മേഖലയാണ് എനിക്ക്